ഇവിടെ നിന്നും അന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ച 50ഓളം പേരാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഇത് മെയിൻ്റെനൻസ് ഒന്ന് അടച്ചിട്ടപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ ഇത് ഫുഡ് സേഫ്റ്റിയുടെ ഇത് കാരണമാണ് ഇത് അടച്ചു പോയത്. അല്ല വയ്യാശ 2 ദിവസമായി ദൂരം തുടങ്ങിയിട്ട്. ഇവിടുന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചപ്പോഴത്തേക്കും ഫുഡ് പോയിസൺ അടിച്ച് ഇപ്പോൾ വെൽക്കെയർ ആശുപത്രിയിൽ അവർ കിടക്കുക. ഞാൻ ആ കുട്ടിയെ കണ്ടിട്ട് വരികയാണ്, രണ്ടുപേരെയും. അവർ ഐസിയുലായിരുന്നു ഇന്നലെ വരെ, ഇന്ന് പുറത്തിറങ്ങി. നമസ്കാരം. കുഴിമന്തി കഴിച്ച് 50ഓളം ആൾക്കാർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതിനെ തുടർന്ന് കൊച്ചി കത്രിക്കടവിലെ ആൾഡ്രീം കുഴിമന്തി ഹോട്ടൽ ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പും പോലീസും ചേർന്ന് അടച്ചു പൂട്ടിയിരിക്കുകയാണ്. പോലീസ് ഇപ്പോൾ ഇവിടെ തെളിവെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് പോലീസ് സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണെന്നാണ് പോലീസ് മനസ്സിലാക്കിയത്. പോലീസിന് കഴിഞ്ഞ ദിവസം പരാതി ലഭിച്ചിരുന്നു. വൈറ്റില സ്വദേശിയായ ടോണി പീറ്ററിൻ്റെ പരാതിയെ തുടർന്നാണ് നോർത്ത് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഈ ടോണി പീറ്ററിൻ്റെ സഹോദരൻ ടോജു പീറ്ററിൻ്റെയും മക്കൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു. ഏകദേശം 5 കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. കൂടാതെ തമ്മന സ്വദേശിയായ ജിനുവിൻ്റെ 2 മക്കൾക്കും ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട്. അവന്തിക, അനയ് കൃഷ്ണ എന്നിവർക്കാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റത്. എന്തായാലും ഗുരുതരമായ ഒരു വീഴ്ച ഈ ഹോട്ടലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൂടുതലും ഈ മയണോയ്സിൽ നിന്നൊക്കെ ആയിരിക്കാം ഇത്തരത്തിൽ ഈ ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നത് എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ പോലീസിൻ്റെ പരിശോധന നടക്കുകയാണ്. പോലീസ് ഇവിടെ പരിശോധന നടത്തുമ്പോൾ ഇവിടുത്തെ ഈ സ്റ്റോർ റൂമിലൊന്നും സാധനങ്ങളില്ല. എല്ലാ സാധനങ്ങളും മാറ്റിയതായിട്ടാണ് പോലീസിന് പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. കൂടാതെ പോലീസ് ഇപ്പോൾ ഇവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഭക്ഷ്യവിഷബാധ ഏറ്റ ആളുകൾ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എൻ്റെ പേര് ജെറി. ഞാൻ മിനിഞ്ഞാന്ന് വന്ന് ഇവിടുത്തെ ക്വാർട്ടർ അൽഫാം മന്തി കഴിച്ച് ഇന്നലെ വന്നപ്പോൾ ഇത് അടച്ചിട്ടേക്ക്. സാധാരണ വയറ്റ് വിളിച്ച് പോലെ വന്നു. എൻ്റെ കൂടെ ഇരുന്ന വേറൊരുത്തനുണ്ടായിരുന്നു ഇവിടുത്തേരൻ, അവനും ഉണ്ടെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് വന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഇന്നലെ ഇത് മെയിൻ്റെനൻസ് ഒന്ന് അടച്ചിട്ടപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ ഇത് ഫുഡ് സേഫ്റ്റിയുടെ ഇത് കാരണമാണ് ഇത് അടച്ചു പോയത്. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ കയറി ഇനി അതിന് വല്ല നഷ്ടപരിഹാരം തരാനാണോ എന്ന് അറിയാനായിട്ട് ഞാൻ തമ്മന മെഡിക്കൽ സെൻറ്ററിൽ ചെന്നു. അവിടുന്ന് മരുന്നൊക്കെ മേടിച്ച്. അല്ല വയ്യാശ 2 ദിവസമായി ദൂരം തുടങ്ങിയിട്ട്. ഉള്ളവരും പറയുന്നതിന് പറയുന്നില്ലല്ലോ. വേറെ പ്രശ്നമുണ്ട്. വൊമിറ്റിങ്ങോ അങ്ങനത്തെ പ്രശ്നമൊന്നും വന്നില്ല. ഒഴിച്ചിൽ നല്ല രീതിയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്ത് മന്തിയാണ് കഴിച്ചത്? അൽഫാം മന്തി, പെരി അൽഫാം മന്തി ക്വാർട്ടർ കഴിച്ചു. നേരത്തെ ഇവിടുന്ന് കഴിക്കാറുണ്ട്? ഉണ്ടായിരുന്നു, നല്ല മന്തിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കഴിക്കുക. അന്ന് ഇവിടെ വണ്ടിക്ക് സർവീസും കൂടെ, ഇവിടെ വർക്ക്ഷോപ്പുണ്ട്. ഓയിൽ മാറാൻ കൊടുത്തേച്ച് വന്നേച്ച് കഴിച്ചേച്ച് പോയിട്ട് വണ്ടി തിരിച്ചെടുത്തുകൊണ്ട് പോയി. അന്ന് വൈകിട്ട് പ്രശ്നമില്ല, പിറ്റേ ദിവസം രാവിലെയാണ് എനിക്ക് ഇനിയാന്ന് പോലെയാണ് തുടങ്ങിയത്. എൻ്റെ പേര് സതീഷ്. ഞാൻ CPMൻ്റെ പാലാരിവട്ടം ലോക്കൽ സെക്രട്ടറിയാണ്. നമ്മുടെ പാർട്ടി മെമ്പറും ഒരു തൊഴിലാളിയുടെ 2 മക്കളും അവർക്കും ഇവിടുന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചപ്പോഴത്തേക്കും ഫുഡ് പോയിസൺ അടിച്ച് ഇപ്പോൾ വെൽക്കെയർ ആശുപത്രിയിൽ അവർ കിടക്കുക. ഞാൻ ആ കുട്ടിയെ കണ്ടിട്ട് വരികയാണ്, രണ്ടുപേരെയും. അവർ ഐസിയുലായിരുന്നു ഇന്നലെ വരെ, ഇന്ന് പുറത്തിറങ്ങി. പക്ഷെ കുറവൊന്നുമില്ല. ഒരാൾ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മറ്റാളെ കൊണ്ട് പോകേണ്ട അവസ്ഥയിലോട്ട് എത്തി. ഭയങ്കര ദയനീയ സ്ഥിതിയിൽ അവർ കഴിയണം. അവിടെ ചെന്ന് കണ്ടാലേ നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. ഇത്തരം ഭക്ഷണം കൊടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും കർശനമായിട്ടുള്ള പരിശോധന വേണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയില്ല, വൃത്തിഹീനമായിട്ട് ഇതിനകത്ത് കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിമറിക്കാൻ വേണ്ടി കഴിയണം. കർശനമായിട്ടുള്ള പരിശോധനയും കൃത്യമായിട്ടുള്ള രീതിയിൽ ഇടപെടാനും ബന്ധപ്പെട്ട അധികൃതർ ആരാണെങ്കിലും ശ്രമിക്കണം. എല്ലാവർക്കും ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അന്ന് അവരിവിടുന്ന് ഒരു കല്യാണത്തിന് ആവശ്യത്തിന് വേണ്ടി പർച്ചേസിങ് കഴിഞ്ഞ് വന്ന വഴി ഇവിടുന്ന് പാർസൽ വാങ്ങിച്ചിട്ട് പോവുകയും ചെയ്തതെന്ന് തോന്നുന്നു. പക്ഷെ കിട്ടിയപ്പോൾ എല്ലാവർക്കും കിട്ടി. 3-4 ദിവസമായിട്ട് അവർ ആശുപത്രി തന്നെയാണ്. എന്തായാലും വലിയ തിരക്കുകളുള്ള ഒരു ഹോട്ടലാണ് ആൾഡ്രീം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കത്രിക്കടവ് വഴി പോകുമ്പോൾ ഇവിടെ ദിനംപ്രതി ഒരു 2000-ഓളം ആളുകളൊക്കെ മിനിമം ഇവിടെ കഴിക്കാൻ വരുന്നതാണ്. ഇവരുടെ പല ഹോട്ടലുകളിലും നിരവധി ആളുകൾ വന്ന് കഴിക്കുന്നതാണ്. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് വളരെയധികം ഞെട്ടലോടെയാണ് എല്ലാവരും അറിഞ്ഞത്. ഇവിടെ നിന്നും അന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ച 50ഓളം പേരാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊന്നും പോലീസിന് ലഭ്യമായിട്ടില്ല. അവർക്ക് എന്തെങ്കിലും തരത്തിൽ അസുഖമുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. എങ്കിലും ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം നിരവധി പേർ പോലീസുമായിട്ടും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നാണ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായും ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും കൂടുതൽ ആളുകൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഇത് പോലീസിൽ അറിയിച്ചിട്ടില്ല, ആരോഗ്യവകുപ്പിനെ അറിയിച്ചിട്ടില്ല. അടുത്തൊരു ക്ലിനിക്കിൽ പോയിട്ട് ചികിത്സ തേടിയതാണ്. ഇത്തരത്തിൽ നിരവധി പേർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് പരിശോധനകൾക്ക് ശേഷം വീണ്ടും
ഈ ഹോട്ടൽ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. എന്തായാലും കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കുഴിമന്തിയൊക്കെ കഴിക്കുന്ന ആൾക്കാരുടെ ഒരു ശ്രദ്ധയ്ക്ക്, നിങ്ങളിതൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിക്കുക. കൂടാതെ ഈ മയണൈസ് എന്ന് പറയുന്ന സാധനം അത് അരമണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. അത് കഴിഞ്ഞിട്ട് അത് ഉപയോഗിക്കരുത്. അത് പെട്ടെന്ന് അതിനകത്തൊക്കെ ഈ മുട്ടയൊക്കെ ചേരുന്നത് കൊണ്ട് പെട്ടെന്ന് അത് കേടാകും. അതുകൊണ്ട് അത് നമുക്ക് വലിയ ജീവന് തന്നെ ഭീഷണിയാകുന്ന സാധനമാണ് ഈ മയണൈസ്. അപ്പോൾ ഈ സാധനം പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ അരമണിക്കൂറിന് മുമ്പ് തന്നെ ഇത് കഴിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറികളും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആരോഗ്യ കാര്യത്തിലും ഭക്ഷണ കാര്യത്തിലും എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ജീവൻ തന്നെ ഒരുപക്ഷേ ഈ കുഴിമന്തി കഴിച്ച് ഇല്ലാതാവും. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.